पर्यन्तां वन्दे गुरुपरम्परां श्रीगुरुभ्यो नमः गङ्गणपतये नमः संसरस्वत्यै नमः वाग्देवतायै नमः स्वामी शरणमയ്यप्प श्री पारमेकाविलम्मे शരണം ഗുരുപ്പ ശരണം. യോഗക്ഷേമം തറവാട്ടിലെ എല്ലാവർക്കും വിനീത നമസ്കാരം. ഉന്നേഷാണെന്നും അതുമായിട്ടും പറഞ്ഞതുപോലെ ക്ഷണിക്കേണ്ട ഒരു കാര്യമില്ല. ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ സംഘടനയുടെ ഒരു കാര്യത്തിൽ അതറിഞ്ഞ് അങ്ങോട്ട് ചെല്ലുക എന്നുള്ളതാണ് ഒരംഗത്തിൻ്റെ ധർമ്മം. അത് പല സമയത്തും പറ്റിയിട്ടില്ല, വെറുതെ പ്രസംഗിക്കാമെന്നേ ഉള്ളൂ, എന്നെക്കൊണ്ട് സാധിച്ചിട്ടുമില്ല. എങ്കിലും ഇതിൻ്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും അതാത് സമയങ്ങളിൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുകയാണ്. ഇതുപോലുള്ള സൽക്കർമ്മങ്ങളിൽ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ധർമ്മമാണ്. ഇവിടെ രാമായണ മാസമായിട്ട് നമ്മൾ കർക്കിടക മാസം, രാമായണം കർക്കിടകത്തിൽ വായിക്കാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല, ഏതു സമയം വേണ്ടതാണ്. എന്ന് കഴിഞ്ഞാൽ മനുഷ്യന് ഒരു ചിന്ത നടത്തുന്നതിന് വേണ്ടിയുള്ള പുരാണം കൂടിയാണ്. പുരാണങ്ങളുടെ ഒക്കെ ഉദ്ദേശ്യം അതാണ്. മഹർഷി തുല്യന്മാരായ ആചാര്യന്മാർ ഇരിക്കുന്ന സമയത്ത് മുടിക്കിഞ്ചി വെടിവെട്ടാവാം എന്നോർത്ത് അങ്ങനെ എഴുതി വെച്ചേക്കണമല്ല. ഇതിനെല്ലാം ഗഹനമായ വിഷയങ്ങളെ സരളമായ ഭാഷയിൽ അവതരിപ്പിച്ച് അവരിന്ന് നടക്കുന്ന സംഭവങ്ങളെ ദീർഘദൃഷ്ടിയുള്ള അവർ അന്ന് തന്നെ കണ്ടുപിടിച്ചു നടത്തും. ഇന്നിപ്പോൾ പുതിയ യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചതാന്ന് പറയുന്നു. അതുണ്ടായിരുന്നു, ഇതിനെ ഒന്ന് പുതുക്കിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്തേക്കുന്നത് ഏത് വിഷയം നോക്കിയാലും. അപ്പോൾ അന്ന് ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാണ്ട് തൻ്റെ തന്നെ തപശക്തി കൊണ്ട് ഇന്നതാണ് വരാൻ പോകുന്നത്, അതിന് ഇന്ന രീതിയിലുള്ള നേരിടലുകളാണ് വേണ്ടത് എന്ന് നമ്മളെ ഉപദേശിച്ച് വന്ന ആചാര്യന്മാരാണ്. അക്കൂട്ടത്തിൽ രാമായണത്തിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഥ അവസാനിക്കുന്നതല്ലാണ്ട് പറഞ്ഞു തീരണമല്ല. ഓരോരോ കഥകളല്ല, വാസ്തവത്തിൽ അനുഭവങ്ങളാണ് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായിട്ട് മനുഷ്യൻ്റെ ധർമ്മം എന്ത് എന്ന് പഠിപ്പിക്കുവാനായിട്ട് നമ്മളിലേക്ക് ഇറങ്ങി വന്ന അവതാരം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, ഇറങ്ങി വരിക. നമ്മളിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായിട്ട് ജീവിച്ച് കാണിച്ചു പോരാ. മനുഷ്യന് ധർമ്മമുണ്ട്. ഇപ്പോൾ ഒരാൾ പറഞ്ഞില്ല, ഒരാൾ ജോലിക്കാരനാവും, അല്ലെങ്കിൽ അതുപോലെ പല മേഖലകളിൽ വ്യാപരിക്കേണ്ട ആളാണ് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ രാജാവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട ധർമ്മങ്ങൾ, മനുഷ്യന് വേണ്ട ധർമ്മങ്ങൾ, ഇതെല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ ഉപനയനം ആ ഘട്ടത്തിൽ തന്നെ വിശ്വാമിത്ര മഹർഷിയോട് കൂടി യാഗരക്ഷയ്ക്കായിട്ട് പോകേണ്ടി വന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം അച്ഛനമ്മമാർക്ക് എത്ര കണ്ട് ക്ലേശങ്ങളും സങ്കടങ്ങളും ഉണ്ടായി കാണും. ചെറിയ ഉണ്ണിയെ പറഞ്ഞു വിടുക, വേറെ നിവൃത്തിയൊന്നുമില്ല. മഹർഷീശ്വരന്മാരായ ആളുകൾ പറയുമ്പോൾ അവർക്ക് പൂർണ്ണബോധ്യമുണ്ട് ആ കുട്ടിക്ക് യാതൊന്നും സംഭവിക്കില്ല, നല്ലതേ വരും വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ. ഇന്നിപ്പോൾ വളരെ ആലോചിക്കണം നമ്മൾ. ഇന്നിപ്പോൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു വിടില്ല, ശ്രമിച്ചില്ല, കാലം മാറി. അപ്പോൾ അതുപോലെയുള്ള ഘട്ടങ്ങളിലും തനിക്ക് നല്ലതിന് പോരാ, രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അവൻ പോകുന്നത് എന്നുള്ള പൂർണ്ണബോധ്യമുള്ളത് കൊണ്ട് ആ മഹർഷിയുടെ കൂടെ പറഞ്ഞു വിടുവാണ്. അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ യാത്ര, ശ്രീരാമചന്ദ്ര സ്വാമിയുടെ യാത്ര നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ജീവിതത്തിൽ എപ്പോഴും സുഖമായിട്ടിരിക്കുക. അങ്ങനെ ഒരാൾക്ക് 10 പേരെ നിരത്തി നിർത്തി കഴിഞ്ഞാൽ 9 പേരല്ല 10 പേരും പറയും അയ്യോ അത് ജീവിതം ഇതൊന്നും വേണ്ടായിരുന്നു തോന്നുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന. അപ്പോൾ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ ആരുടെ ജീവിതത്തിലായാലും ഉണ്ട്. അത് എന്തിനാണ്? കൂടുതൽ പ്രകാശത്തോടെ ആ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കഷ്ടതകൾ കൊടുക്കണം. എല്ലാവർക്കും ഉണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഈ എന്താ പറയുക, ഇന്നത്തെ പുതിയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗത്തിലൂടെ അല്ല പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നെ. അങ്ങനെയായാലേ അത് ഈ ബോധ്യമാവുള്ളൂ മനുഷ്യർക്ക്. അതിനുവേണ്ടി നമ്മളിലേക്ക് ഇറങ്ങി വന്ന് വാസ്തവത്തിൽ ഭഗവാന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശക്തി വിശേഷത്തിന് ഇതുപോലെ ഇങ്ങനെ അവതരിക്കുക, 4 കൈയായിട്ടും 2 കൈയായിട്ടും ഇങ്ങനെ അവതരിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ മഹത്വം അറിയാനായിട്ട്. ഇപ്പോൾ തൃപ്പൂരത്തപ്പൻ 4 കൈയായിട്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത് രാമായണത്തിൻ്റെ കുറച്ച് പറയാം എന്നപോലെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഇടയിൽ തന്നെ ഉള്ള സാത്വിക ഭാവങ്ങൾ കൂടുതലുള്ള ആളുകൾ പറഞ്ഞു തരുന്ന ആചാര്യന്മാരായ അല്ലെങ്കിൽ ആചാര്യന്മാർ, ഗുരുക്കന്മാർ, അവർ പറയുന്ന അവർ വാസ്തവത്തിൽ ദേവൻ തന്നെയാണ്. അതാണ് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. നമ്മൾ അതിഥിയായിട്ട് തന്നെ ആളും ദേവന് തുല്യമാണ്, ദേവൻ തന്നെയാണ്. നമ്മളിലെല്ലാം കൂടി കൊള്ളുന്ന ചൈതന്യം ദേവചൈതന്യമാണ്. അത് തിരിച്ചറിയാതെ വരുമ്പോഴാണ് കാട്ടാളനായ ഒരാള് നാമജപത്തിലൂടെ ദേവനായി തീർന്നു എന്ന് ഉള്ളത് വ്യക്തമാക്കുവാണ് രാമായണം. രാമന്റെ അയനം സഞ്ചാരനാണ്, ഈ വഴിയിലെ വരുമെന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒരു പുരാണം കൂടിയാണ് രാമായണം. അപ്പോൾ അതിൽ സൂചിപ്പിച്ചതുപോലെ ഒരാളുടെ കുടുംബജീവിതം ഒരു രാജ്യത്തിൻ്റെ അധികാരിയായി കഴിഞ്ഞാൽ എപ്രകാരം വേണം,
പ്രജകളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ വാക്കുകളെ സശ്രദ്ധം കേട്ടുകൊള്ളേണ്ട ഒരാളാണ്, അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ്. എത്രയോ ഘട്ടങ്ങൾ ശ്രീരാമചന്ദ്രസ്വാമി നമ്മളെ കാണിച്ചു. ഇന്നത്തെ ഈ ഭരണം ഇതുമായിട്ട് ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ ഭരണം അങ്ങനെ പറയില്ല കേട്ടോ, ഒരു പാർട്ടിയുടെ ഇതായിട്ട് പറയുമില്ല, അങ്ങനെ പറയേണ്ട ഒരു ഘട്ടമല്ല ഇവിടെ. പ്രത്യേകിച്ചും ഇതുപോലെ രാഷ്ട്രീയക്കാരുടെ ഇതും പറയേണ്ട ഒരു സന്ദർഭമല്ലോ. എങ്കിലും ഇന്ന് നടക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന രാഷ്ട്രീയമായ അധികാരമോഹത്തിന്റെ അത് നോക്കൂ. അന്നത്തെ വളരെ സന്മനസ്സും സാത്വിക ഭാവവും അതിന്റെ മൂർത്തിമത് ഭാവങ്ങളായ ശ്രീരാമചന്ദ്രസ്വാമിയെ പോലുള്ള ആളുകളുടെ ഭരണകാലത്തെ അനുഭവങ്ങളും നമ്മൾ വെച്ച് നോക്കുക. അപ്പോൾ ഇത് മനുഷ്യൻ ചെയ്യേണ്ട ധർമ്മം ഇതാണട്ടോ, ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് അവനവൻ തന്നെ വന്ന് അവതരിച്ച് കാണിച്ചു തന്ന ഒരു ചരിത്രം കൂടിയാണ്, പുരാണമാണ് രാമായണം, യാതൊരു സംശയവുമില്ല. അതാണ് അതിന് ഇന്നും പ്രസക്തി. ഇപ്പോൾ മറ്റ് പല കഥകളും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു തവണ കേട്ടു, രണ്ടാമത് തന്നെ കേൾക്കാൻ വളരെ അങ്ങനെ ഉള്ള. അതേസമയം രാമായണം, മഹാഭാരതം, ശ്രീമദ് ഭാഗവതം, ദേവീ ഭാഗവതം എന്നൊക്കെ പറഞ്ഞുള്ള പുരാണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ യഥാർത്ഥമായ ധർമ്മമെന്ത്, അല്ലെങ്കിൽ എന്തിലാണ് ചെന്ന് ചേരേണ്ടത്, അതിലേക്കുള്ള യാത്ര എങ്ങനെയായിരിക്കണം എന്ന് നമ്മളെ പല ഘട്ടങ്ങളിലായിട്ട് ഓർമ്മിപ്പിക്കുന്നതിലാണ് ഇതുപോലുള്ള ഓരോരോ അവതാരങ്ങളും പുരാണങ്ങളും. അപ്പോൾ രാമായണത്തിലെ ഈ പറഞ്ഞതുപോലെ ഈ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്നതൊക്കെ ഇപ്പോൾ അവിടെ പോയി പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ അടി കൊണ്ടോട്ട് പോകും. അങ്ങനത്തെ കാലമാണ്. അതിനൊക്കെ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇന്നിപ്പോൾ ഒരു കുടുംബത്തിൽ ഇപ്പോൾ ഉണ്ണീഷേട്ടൻ്റെ അതിൻ്റെ അകത്ത് ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാറാണ്, ഉണ്ണീഷേട്ടൻ നല്ല തീരുമാനിക്കണം, ചാനൽ ചർച്ചയിലാണ് എന്നുള്ള ഘട്ടമായിക്കുവാണ്. ആലോചിച്ച് നോക്കൂ, എത്ര കണ്ട് പുരോഗമനവാദികളാണെന്ന് പറയുന്നത് നമ്മൾ, പുരോഗമനായി എന്ന് പറയുന്നത് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു നോക്കൂ. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എവിടെ എത്തി നോക്കും. അങ്ങനെയല്ല, അതൊക്കെ അവരവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, അതിനൊന്നും നമ്മൾ തടസ്സമല്ലാണ്ട്. അപ്പോൾ ഇവിടെ ചാതുർവർണ്ണ്യം പറഞ്ഞത് ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലായാലും ഒരു ഓഫീസിലായാലും എല്ലാവരും ഞാനാവാന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ നോക്കുമ്പോൾ കമ്മിറ്റി ഒക്കെ സംഘടിപ്പിച്ച് സെക്രട്ടറി പ്രസിഡന്റ് എന്നൊക്കെ അങ്ങനെ വച്ചിരിക്കുന്നത് എന്തിനാ വാസ്തവത്തിൽ ആ കാര്യം ഭംഗിയായിട്ട് നടക്കുവാൻ ചുമതല അവർക്കാണ്. ഇപ്പോൾ ഉത്സവകാലമായി അല്ലെങ്കിൽ കലശങ്ങൾ ഇതൊക്കെ വരുമ്പോൾ അതിൻ്റെ മേൽനോട്ടം, അതിന് വേണ്ട സാമഗ്രികൾ, സംവിധാനങ്ങളൊക്കെ തയ്യാറായോ എന്നൊക്കെ എല്ലാവരും കൂടെ ഞാനാവാന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല. അവസാനത്തോടെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതുപോലെ പല അസൗകര്യങ്ങളുണ്ടാവും ആളുകൾക്ക് എത്താൻ സാധിക്കാത്തത്. പക്ഷെ അത് പ്രതീക്ഷിക്കണ പോലെയാണല്ലോ അന്നേരം. അപ്പോൾ ആ കാര്യം നടക്കുവാൻ ചുമതലയായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഈ യോഗക്ഷേമ സഭ, നമ്മുടെ മൂവാറ്റുപുഴ സഭയും ഇങ്ങനെ തീരുമാനിച്ചേക്കുള്ളൂ രാമായണ മാസമായിട്ട് ആചരിക്കണം. അപ്പോൾ അത് ഓരോരിക്കൽ അത് സംഘടിപ്പിക്കേണ്ടത് അതിൻ്റെ അധികാരപ്പെട്ടവരുടെ പ്രത്യേക ചുമതലയാണ്. ഇത് തയ്യാറാക്കി വയ്ക്കുക, സംവിധാനങ്ങളെല്ലാം വരണത് അവരവരുടെ സൗകര്യം അനുസരിച്ച്. എന്ന് പറഞ്ഞതുപോലെ ഈ ചാതുർവർണ്ണ്യം ഓരോരുത്തർക്ക് അവരവരുടെ ധർമ്മത്തിലൂടെ കർമ്മത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം എന്നതിനു വേണ്ടി വച്ചേക്കണതാണ്. ഒരു ക്ഷേത്രത്തിൽ നോക്കിക്കോളൂ, മന്ത്രപൂരിതമായ കലശമാടുന്ന തന്ത്രി, ആത്മസമർപ്പണമായിട്ട് ചെയ്യുന്ന പൂജ ചെയ്യുന്ന മേശാന്തി, പാത്രം കഴുകുന്ന അവിടെ അടിച്ചു കളിക്കുന്ന ആൾ, അയ്യോ മഹാമോശം എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അവിടെ പാത്രം കഴുകുന്ന ആളെന്നല്ല, ആ ഗോപുരത്തിൻ്റെ അപ്പുറത്ത് എനിക്ക് കുളിക്കാൻ വയ്യാട്ടോ എന്ന് പറഞ്ഞാൽ തൊഴുകുന്ന സാധാരണ ഭക്തൻ വരെ ആ ദേവന് അല്ലെങ്കിൽ ദേവിക്ക് ഒരേപോലെയാണ്, യാതൊരു അംശവുമില്ല. കലശാടി അത് കുറച്ച് കേവനാവട്ടെ, തന്ത്രിയാണ്, അങ്ങനെയൊന്നുമില്ല എന്നർത്ഥം. അപ്പോൾ ഇതിവിടെ ഈ സംവിധാനം വേണ്ട രീതിയിൽ നടന്നു പോകാനായിട്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ, ഓരോന്ന് സ്വീകരിച്ചോളൂ. അത് തന്നെയാണ് ആചാര്യസ്വാമിയോട് പറഞ്ഞത്. ചണ്ടാലോസ്തു സദ്വിജോസ്തു ഗുരുരുത്യേഷ വനീഷ മമ. ഗുരുവിടെ ദേവൻ അല്ലെങ്കിൽ ഒരു ശക്തിവിശേഷം എന്ന അർത്ഥം കൂടെ ഉണ്ട് ഗുരു. അപ്പോൾ ഈ ചണ്ടാൽപ്പ് അവിടെ ഈ അഞ്ചപ്പട്ടി ജംഗ്ഷനിൽ ഈ മത്സ്യമാംസാദി വെട്ടണ ആള് എൻ്റെ ഗുരു എന്ന് പറഞ്ഞോളൂ. അങ്ങനെയല്ല പറഞ്ഞേക്കണത്. ആ ആളിലും ദേവചൈതന്യം തന്നെയാണ്. ആ ആൾ തിരിച്ചറിയണില്ല. അത് അവനവൻ്റെ പ്രാരബ്ധം കൊണ്ട് ഈ കർമ്മം അനുഭവിക്കേണ്ടി വരുവാണ് അയാൾക്ക്. ഏത് ഈ മത്സ്യമാംസാദി വെട്ടുക എന്നുള്ള. ഇനിയിപ്പോൾ അത് അടുത്ത ജന്മത്തിൽ ഇങ്ങനെ അനുഭവിച്ച് തീർന്ന് ഈ സാത്വിക ഭാവത്തിലേക്ക് വന്ന് ഈശ്വര സാക്ഷാത്കാരം നേടുന്നു. അപ്പോൾ അങ്ങനെ ഈ ബ്രാഹ്മണകുലത്തിൽ അല്ലെങ്കിൽ അങ്ങനെ സാത്വിക ഭാവമുള്ള ഒരു അന്തരീക്ഷത്തിൽ ജനിച്ച ആൾ നേരെ തിരിച്ചു പോവുകയാണെങ്കിലത്തെ അവസ്ഥയാണ് വാസ്തവത്തിൽ ആചാര്യസ്വാമികൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയല്ലാട്ടോ വേണ്ടത്. സാത്വിക നിർജ്ജമായ ഒരു ജീവിതം നയിച്ച് നമ്മൾ എവിടെ നിന്നാണോ പുറപ്പെട്ട അവിടേക്ക് ചെല്ലുക. അല്ലാണ്ട് ഇങ്ങനെ കർമ്മങ്ങൾ പുനരഭിജനനം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആയാൽ പോരാ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മറ്റൊരു ചരിത്രമാണ് വാസ്തവത്തിൽ രാമായണം. യാതൊരു സംശയവുമില്ല. ഇനി അതിന് ഉത്തമ പുരുഷൻ ആര് എന്ന് ചോദിക്കണതിന് യാതൊരു സംശയവുമില്ല. ശ്രീരാമചന്ദ്രസ്വാമി എന്ന് എക്കാലവും പറയാം.
അതുപോലെ രാമോ വിഗ്രഹവാൻ ധർമ്മത്തിന്റെ വിഗ്രഹമാണ്, മൂർത്തിയാണ് ശ്രീരാമൻ. അതിൽ നിന്ന് അണുവിട മാറി യാതൊന്നും അച്ഛനായാലും ആരായാലും രാജ്യഭരണമായാലും ഏതായാലും അവിടെ ഒന്നും മോഹമില്ല, ആവശ്യത്തിനുള്ളത് മാത്രം ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവൃത്തിയേ ഉള്ളൂ എന്ന് വ്യക്തമാക്കി കാണിച്ചു തരുന്ന ഒന്നുകൂടിയാണ് ശ്രീരാമചന്ദ്ര സ്വാമി. പോരാ, സഹോദര സ്നേഹം, ഭാതൃവാത്സല്യങ്ങൾ എത്രയാണെന്ന് നോക്കുക. ഈ ചരിത്രം മുഴുവൻ പറയേണ്ട കാര്യം എന്നെക്കാൾ കൂടുതൽ അറിയണമാണല്ലോ മുന്നിലിരിക്കണം. ഇനി വെറുതെ അത് പ്രസംഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ രാജ്യത്തിന്റെ അധികാരിയായി നാളെ അഭിഷേകം ചെയ്യാൻ പോകാട്ടോ വന്നു. ഇപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ ഷർട്ട് തയ്ച്ചു വയ്ക്കുക എന്ന് പറഞ്ഞ പോലെ ഇത് അങ്ങനത്തെ ആ ഭാവമൊന്നുമില്ല. തലേദിവസം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ വരത്തിലേക്ക് പോകാൻ കുറച്ചുകൂടെ സന്തോഷമായി എന്ന് പറഞ്ഞു ശ്രീരാമചന്ദ്ര സ്വാമിക്ക്. സന്തോഷമായി എന്നുവെച്ചാൽ അവിടെയുള്ള അവർക്കെല്ലാം അനുഗ്രഹം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് തൻ്റെ അവതാര ഉദ്ദേശം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നടക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങ് സന്തോഷിക്കുകയാണ് വാസ്തവത്തിൽ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞു വരുന്നത് സുഖവും ദുഃഖവും അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിൽ നമ്മൾ അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ട് അടങ്ങിയിരിക്കുക, എന്നാൽ തന്നെ ഇത് എന്താ പറയുക പാപങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാണ്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. വെറുതെ ഇങ്ങനെ ഇരിക്കുക, സുഖമായിട്ടിരിക്കുക, നമുക്ക് അങ്ങനെ ഇരിക്കുക, ഇനിയിപ്പോൾ വേറെ ഒന്നും പോകണില്ല, എന്തെങ്കിലും പോയാൽ അപകടമാവുകയാണ്, ഇവിടെ ഇരിക്കാൻ അങ്ങനെ കസേരയിൽ അത് പറ്റും ഒരാളെ കൊണ്ട്, അതും പറ്റില്ല. അപ്പോൾ തനിക്ക് പറഞ്ഞേക്കണ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക തന്നെ വേണം. സ്വധർമ്മ പരിനിഷ്ഠയ ജന്മലാഭ പരപുംസ അന്തേ നാരായണ സ്മൃതി. അങ്ങനെ അവനോന് പറഞ്ഞ ധർമ്മം അല്ലെങ്കിൽ കർമ്മം അനുഷ്ഠിച്ചത് തന്നെ വേണം ഈശ്വര സാക്ഷാത്കാരം നേടാൻ. അതിന് പോകേണ്ട വഴി കാണിച്ചു തന്നതെന്നല്ല, നമ്മുടെ അനുഭവത്തിലാക്കി തന്ന ഒരു മൂർത്തി കൂടിയാണ് ശ്രീരാമചന്ദ്ര സ്വാമി. ഇനി അതുപോലെ ഇപ്പൊ ഉത്തമ പുരുഷൻ എന്ന് മാത്രം പറഞ്ഞപ്പോൾ ഉത്തമ സ്ത്രീരത്നമായിട്ടാണ് സീതാദേവിയെ കണക്കാക്കുന്നത്. ഇന്നിപ്പോൾ ഈ അടുത്ത കാലത്താണ് റേഷൻ കാർഡിൽ സ്ത്രീകൾക്കും കൂടെ തുല്യ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞ് ഈ റേഷൻ കാർഡിൽ അങ്ങനെയാവാം, കുടുംബനാഥയാവാം ഇപ്പോഴാണ് അവർക്ക് തീരുമാനമായത്. ഇത് ആദ്യം മുതലേ ഉണ്ട്, സ്ത്രീകൾക്ക് പ്രാധാന്യം ഇല്ലായൊന്നുമില്ല. ഇവിടെ മനുസ്മൃതിയിലെ സ്ത്രീ സ്വാതന്ത്ര്യമർഹിച്ച് 4ാമത്തെ വരി മാത്രം ഇങ്ങനെ പ്രസംഗിച്ച് ഈ ആളെ സംഘടിപ്പിച്ച് വെറുതെ ലഹളവിട്ട സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വിട്ട് മനുസ്മൃതി കത്തിക്കുക. അതൊക്കെ അതിന് മുമ്പ് എഴുതി വെച്ചേക്ക് നോക്കൂ. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവതയായിട്ട് അതുപോലെ ആദരിക്കേണ്ടത്, ആ അംഗീകാരങ്ങൾ കൊടുക്കേണ്ട ഒന്നാണെന്ന് പഴയകാലത്ത് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മറച്ചിട്ട് ആ 4ാമത്തെ വരി മാത്രം എടുത്ത് സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, ഒരിടത്തും സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ലാട്ടോ, നിങ്ങൾ ഇങ്ങനെയായ പോരാ, ഒരു സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മനുസ്മൃതി കത്തിക്കുക. അതൊക്കെ അങ്ങനെ ഒരിക്കലും നമ്മുടെ പുരാണങ്ങളൊക്കെ നോക്കുള്ളൂ. സ്ത്രീയെ ദേവതയായിട്ട് അല്ലെങ്കിൽ രത്നമായിട്ട്, ഒരു രത്നം ഇവിടെ ഈ റോഡിൽ ഇങ്ങനെ കൊണ്ടിടുക അങ്ങനെ പറഞ്ഞില്ലാരും. അത് വേണ്ട രീതിയിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഒന്നാണ്, അതിനെ അങ്ങനെ തന്നെ കണക്കാക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് വാസ്തവത്തിൽ പൂർവികരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ചരിത്രങ്ങൾ. അപ്പോൾ അതിനെയെല്ലാം ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ ചർച്ചകളിൽ അല്ലെങ്കിൽ അതും വേണ്ട സമയത്ത് തന്നെയാണ് ഇതുപോലെയുള്ള ഈ ചീത്തവിളി ഇതൊക്കെ സന്ധ്യാസമയത്താണ് ഇതുപോലെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത്. വേറെ ഒരിടത്ത കാര്യം ഇതൊക്കെ വേറെ അനവധി കാര്യങ്ങളുണ്ട്, അതൊന്നുമല്ല. അപ്പോൾ ഇത് കുറ്റം പറയുമല്ല, അപ്പോൾ ഇയാളും ഇതിൽപ്പെട്ടതല്ലേ, സംശയമില്ല നമ്മളും ഇതിൽപ്പെട്ടതാണ്. എന്നുവെച്ചാൽ സാഹചര്യങ്ങൾ അങ്ങനെ ആക്കുവാണ്. അപ്പോൾ വേണ്ടത് അതല്ല, ഈ വഴിക്കാണോ എന്ന് ഏത് നോക്കിയാലും നമുക്ക് ഒരു ചൂണ്ടുപലകയായിട്ട് നിൽക്കുന്ന ഒന്നാണ് രാമായണം, യാതൊരു സംശയവുമില്ല. ഇവിടെ അഞ്ചൽപ്പട്ടി ജംഗ്ഷനിൽ വന്നിറങ്ങി തൃപ്പൂരത്തമ്പലം പുതിയതായിട്ട് തന്നെ ഒരാളാണ് അങ്ങോട്ടും നോക്കുക. അപ്പോഴാണ് ഇത് ചൂണ്ടുപലക വെച്ചേക്കുന്നത് തൃപ്പൂരത്തമ്പലം 500 മീറ്റർ പോലും ഇല്ല, അതെവിടെയാണ്. അയാൾക്ക് വളരെ സന്തോഷമായി നേരെ വന്ന അമ്പലത്തിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞതുപോലെ രാമായണവും അതിലെ ഓരോ കഥാപാത്രങ്ങളും നമുക്ക് ചൂണ്ടുപലകയാണ് വാസ്തവത്തിൽ. ജീവിതം പല പല ബുദ്ധിമുട്ടുകള്, കഷ്ടപ്പാടുകള്, ഇതുപോലുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ അർത്ഥം നോക്കിയാൽ മതി, ആ ചരിത്രം നോക്കിയാൽ മതി. ഓരോരുത്തർക്കും നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാർ, എന്തെല്ലാം തരത്തിലുള്ള കഷ്ടതകളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വന്നു ജീവിതത്തിൽ. അതെല്ലാം തരണം ചെയ്ത് ആ തരണം ചെയ്യുന്നതിന് കിട്ടണ ആത്മധൈര്യമാണ് ഇതുപോലുള്ള ഈശ്വര സങ്കല്പം, ആത്മീയ ഭാവങ്ങളിലേക്കുള്ള നമ്മുടെ ഇറങ്ങിച്ചെല്ലത്. അപ്പോൾ അങ്ങനെ കടന്നു വന്നവരാണ് എന്ന് നമുക്ക് ബോധ്യമാകുമ്പോൾ നമ്മുടെ എല്ലാം ഈ കഷ്ടതകൾ എത്ര നിസ്സാരം, ഓരോരുത്തർ അനുഭവിച്ച ഇത് അതിനെ വ്യക്തമാക്കുന്ന ഒന്നുകൂടിയാണ് രാമായണം. പോരാ, ഭക്തന് അമ്പലം പണിയുക അങ്ങനെ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായി. ഈ ഹനുമാൻ സ്വാമിക്ക് അമ്പലം, ഭക്തന് ഭഗവാന്റെ നിശ്ചയമാണ്. ഭക്തനെ തന്നേക്കാൾ ഉയരത്തിൽ ഏത് പുരാണങ്ങൾ അല്ലെങ്കിൽ കഥകൾ നോക്കുള്ളൂ. ഇപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലാണെങ്കിൽ കുചേലനെ ഈ പറഞ്ഞ പോലെ താനിരിക്കണ മഞ്ചത്തിൽ വേറാർക്കും കൂടെ അതിൽ സീറ്റില്ല വാസ്തവത്തിൽ, ഏട്ടന് പോലും അവിടെ ഇരുത്താറില്ല. അപ്പോൾ അവിടെ ഇരുത്തി താൻ കാല് കഴിയിക്കുക, പൂജിക്കുക, ഭക്തനെ അങ്ങോട്ട് പൂജിക്കുക ഭഗവാൻ. എന്താ അത്? ആ സ്വധർമ്മ പരിനിഷ്ഠയ, എനിക്ക് പറഞ്ഞേക്കണം ധർമ്മം അതുപോലെ അനുഷ്ഠിക്കുന്ന ആള്, ബ്രാഹ്മണൻ പറഞ്ഞ ധർമ്മം അതുപോലെ അനുഷ്ഠിക്കുന്ന ആള് ഭഗവാൻ അത്ര കാര്യമാണ്. ഇപ്പം ബ്രാഹ്മണന് മാത്രമല്ല വേറൊരാൾക്ക് പറഞ്ഞ ആ കർമ്മം അനുഷ്ഠിക്കുക. അതാണ് ഏത് കർമ്മമായാലും അതിന് ഈശ്വരീയ ഭാവം കൊടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം
സ്പഷ്ടമാണ് എന്ന് കാണിച്ചു തരുവാണ്. ഇവിടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇടയിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കുറച്ച് കേമായി വലിയ വലിയ സ്ഥാനങ്ങളിൽ വരുമ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെയൊന്നും വലിയ ആവശ്യമില്ല. വേറെ സമയം കിട്ടിയാൽ ചെയ്യുക, ഒരിക്കലും പാടില്ല. അത് നമ്മൾ ഈ തലമുറന്ന് എണ്ണ നയിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ വന്ന വഴി മറക്കരുത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു മഹൽ സാന്നിധ്യമാണ് മള്ളിയൂര്. ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ തറവാട്ടിലുണ്ടായിട്ടുള്ള 1.5 കൊല്ലമായിട്ട് വായന ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ നിഷ്ഠകളെല്ലാം ആ ആരംഭത്തിൽ എന്നെക്കാളും കൂടുതൽ ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ ഇല്ലാത്ത ദാരിദ്ര്യം ഇതെല്ലാം അങ്ങനെയാണ് വന്ന് ഗുരുവായൂർക്ക് പോകുന്നതും വായന തുടങ്ങുന്നതും വായിച്ചോളും എന്ന് പറഞ്ഞ് അത് പ്രത്യക്ഷാനുഭവമാണ് അദ്ദേഹത്തിന്. അവിടെ നിന്നാണല്ലോ അങ്ങനെ. അപ്പോൾ ഇന്ന് തന്നെയല്ല, ഇനി വേറെ ഒന്നും പറയാനുള്ളത്, ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ഫ്ലക്സ് അടിച്ചു, ഞാൻ ഇന്ന ആളാണ്, ഫ്ലക്സ് അല്ലെങ്കിൽ ഫോട്ടോ വെച്ച് ഇന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ പറഞ്ഞ പോലെ പബ്ലിസിറ്റിക്ക് വേണ്ടി അങ്ങനെ അദ്ദേഹം അതുപോലെ ഉണ്ടായിട്ടുള്ള അതാണ്. മരണശേഷം അദ്ദേഹത്തിനെ പറ്റി ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ പേരിപ്പോഴാണ് അയ്യോ ഈ പല്ല് പോകുമ്പോഴേ മോണയുടെ ഇതറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കേമത്തങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അദ്ദേഹം അതിനു വേണ്ടി അങ്ങനെ ഈ ഫ്ലക്സ് അടിക്കുകയോ ഇതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഇന്നത്തെ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക, രണ്ടും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോഴത്തേക്ക് പറയുകയേ എന്ന് പറഞ്ഞ പോലെ രാമായണത്തിൽ അതുപോലെ തന്നെയാണ്. ഈ സ്ഥാനമാനങ്ങളെല്ലാം വരുമ്പോൾ ഞാനിപ്പാനെ പറയണ പോലെ അത് മോഹിച്ച് അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. അത് നമ്മുടെ കൂടെ വന്നോളും നമുക്കുള്ളതാണെങ്കിൽ. ആദ്യം അങ്ങനെ വിചാരിക്കുക. എന്നിട്ട് ഈ പ്രവൃത്തി അവനവന് പറഞ്ഞ ധർമ്മങ്ങൾ മറ്റൊരാൾ ചെയ്യണമെന്നിട്ട് അതുപോലെ ആവാൻ ഞാനും അങ്ങനെ നോക്കുകയല്ല വേണ്ടത്. അവനവന് ഒരു ധർമ്മവും കാര്യങ്ങളുണ്ട്, അതിൽ ഉറച്ചു നിൽക്കുക. ഈശ്വര വിശ്വാസം അതിലൂന്നി തൻ്റെ ധർമ്മം പൂർത്തീകരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ മനുഷ്യജന്മം സഫലമാകുന്നത്. ഇതും കാണിച്ചു. ഇനിയിപ്പം ഭക്തൻ്റെ കഥ പറഞ്ഞു, ഹനുമാൻ സ്വാമിയുടെ, ആഞ്ജനേയ സ്വാമിയുടെ. വാസ്തവത്തിൽ രാമായണത്തിൽ ആലോചിച്ച് നോക്കുക, അതിൻ്റെ ആ ഒരു തുടർച്ച വരുന്നത് വാസ്തവത്തിൽ ഈ ഹനുമാന്റെ ഈ സീതാദേവി അന്വേഷണം അങ്ങനെ അവിടുന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഈ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തു എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക. ആ സീതാദേവി കൂടി കാട്ടിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ രാമായണമില്ല. ഈ പറഞ്ഞ പോലെ പിന്നെ കഥയുണ്ടോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ ഇപ്പോൾ പല ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അങ്ങനെ പോയി നോർത്ത് ഇവിടെ ഇരിക്കാൻ പാടില്ല, ഈ കല്ല് മുള്ളും കൊണ്ട് അവിടെ കൊണ്ടായിട്ടുണ്ടോ. അപ്പോൾ അവിടെ പതിവ്രതയുടെ ധർമ്മം എന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ അടിമേടിച്ച് പോകും. കുറച്ച് വേറെ വാസ്തവത്തിൽ അങ്ങനെ തന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ഒന്നും അവകാശമില്ലെന്ന് അങ്ങനെ പറയുമല്ല. തനിക്ക് ഇനി വേണ്ടത് പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷകൻ എന്നൊരർത്ഥം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ ഭർത്താവ് അല്ലെങ്കിൽ ഇതിപ്പോൾ ജഗത്തിൻ്റെ മുഴുവൻ ഭർത്താവാണ്, ഈ പരിപാലിക്കണ ആളാണ്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ആ ആള് ഒരു വനത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും താനിവിടെ ഉണ്ടായിരിക്കേണ്ടത് എന്ന ഉത്തമ ബോധ്യം സീതാദേവിക്കുണ്ട്. അതാണ് ആ കൂടെ പോകുന്നത്. അപ്പോൾ അത് തന്നെ പോരാ, അത് തന്നെയല്ല ഈ ഈ ശ്രീരാമചന്ദ്ര സ്വാമിയായിട്ട് അവതരിച്ച് കഴിഞ്ഞിട്ടുള്ള ഉദ്ദേശം എന്നതും നല്ല ബോധ്യമുണ്ട്. അത് നടപ്പാക്കണമെങ്കിൽ ഇത് വേണം. അതാണ് അപ്പോൾ ആ ചരിത്രം നമ്മെ കാണിച്ചു തരുന്നത്. അങ്ങനെ യോജിച്ചുള്ള ഒരു തീരുമാനങ്ങൾ ഇതുമായിരിക്കണം ഒരു കുടുംബ ബന്ധത്തിന് എത്ര കണ്ട് ദൃഢത തരണത് എന്നുള്ളതോടെ കാണിച്ചു തരുവാണ്. ഇനിയിപ്പോൾ ആ വനത്തിൽ ഈ പറഞ്ഞ പോലെ സുഖഭോഗങ്ങൾ അല്ലെങ്കിൽ ഇത് മനുഷ്യന് അനുഭവിക്കാനുള്ളതാണ്, യാതൊരു സംശയവുമില്ല. ഈ എന്താ പറയുക, ആധുനിക സൗകര്യങ്ങൾ, റോയലായിട്ടുള്ള ജീവിതം, ലക്ഷറി ആയിട്ട് അടിപൊളിയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ജന്മം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഏതായാലും കിട്ടിയ മനുഷ്യജന്മം ഇന്നാളിപ്പോൾ ഒരാൾ പറഞ്ഞ പോലെ ജീവിക്കുകയാണെങ്കിൽ ദുര്യോധനെ പോലെ ജീവിക്കണം. അതുകൊണ്ട് എന്താ കാര്യം, ദുര്യോധന വാസ്തവം സംഗതിയൊക്കെ ശരിയാണ്. പക്ഷേ ആ ദുര്യോധനെ പോലെ ജീവിക്കുമ്പോഴും തൻ്റെ ധർമ്മം കൈവിടാണ്ട് അതിൽ ഉറച്ചുള്ളതായിരിക്കണം. അതാണ് എൻ്റെ വ്യത്യാസം. എന്തും ആവാം, ഏത് തോന്നിയാസം നമ്മൾ പറയാറില്ല. ചില മര്യാദകളൊക്കെ, മര്യാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തി എന്നൊരു സങ്കല്പം. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കൂടെ കിടന്ന് രാപകലോ ഒച്ചയും ബഹളം 2-3 ദിവസമൊക്കെ അടുത്തുള്ളവർ ക്ഷമിക്കും. 4-5 ദിവസം കഴിയുമ്പോൾ എന്താ ഞങ്ങളുടെ കൂടെ കഴിയണവർ ഇറങ്ങാനൊന്നും നിർത്തിയില്ല എന്ന് പറഞ്ഞാൽ അവർ പരാതി കൊടുക്കുകയായി, ആകെ ബഹളമായി. അപ്പോൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചില മര്യാദകൾ ധർമ്മങ്ങളൊക്കെ ഉണ്ട്, അത് അനുഷ്ഠിച്ച് തന്നെ നമ്മൾ പോകണം. ഇത് കാണിച്ചു തരണ ഒന്നുകൂടിയാണ് രാമായണം. ഇങ്ങനെ നോക്കിയാൽ ഒരു മനുഷ്യജന്മത്തിൻ്റെ പൂർണ്ണതയ്ക്ക് എന്തെല്ലാം വേണം, എങ്ങനെയെല്ലാം വേണമെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒന്നുകൂടിയാണ് രാമായണം, യാതൊരു സംശയമില്ല. ഈ ഭക്തവാത്സല്യം, അതുപോലെ ഈ പ്രജകളുടെ സ്നേഹം, അവരുടെ കാര്യങ്ങൾ, പിന്നെ ഭരണം എങ്ങനെ വേണം, ഈ ഇങ്ങനെയുള്ള ഏത് വിഷയങ്ങളാണെങ്കിലും നോക്കിയോളൂ, രാമായണത്തിൽ നോക്കിയോളൂ, അതിൽ വ്യക്തമായിട്ട്. അതുപോലെ ഇപ്പോൾ തൻ്റെ ആൾ അല്ലെങ്കിൽ തൻ്റെ മകൻ പോലും ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവിടെ പ്രജകൾക്കാണ് മുൻപന്തി. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഇപ്പോൾ ഈ സ്വാധീനിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നും പാടില്ല. ഒരു രാജാവായിട്ട്
അങ്ങനെ നിൽക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു ദേവന്റെ സങ്കല്പം ചക്രവർത്തിയായിട്ട് അങ്ങനെ ഈ ദേവനെ ഇപ്പോൾ ഈ പ്രസന്ന പൂജയിലൊക്കെ ചക്രവർത്തിയായിട്ട് എല്ലാവിധ അലങ്കാരങ്ങളും ചെയ്ത് ചക്രവർത്തിയായിട്ട് അല്ലെങ്കിൽ ചക്രവർത്തിനിയായിട്ട് ദേവിയെ സങ്കല്പിച്ച് അങ്ങനെ നമ്മൾ പൂജ കഴിക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് രാജാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഈ അതാണ് തിരുമനസ് എന്നൊക്കെ വിളിക്കുന്നത് ഈ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ ആ പ്രജകളുടെ മുഴുവൻ ഒരു ദേവനായിട്ടാണ്. അപ്പോൾ എന്ത് പരാതികളും സങ്കടങ്ങളും ഉണ്ടെങ്കിലും അവിടെ പറഞ്ഞ് പരിഹരിക്കണ ഒരു കേന്ദ്രം കൂടിയാണ്. അങ്ങനെ ഒരാളായിരിക്കണം രാജാവായിട്ട് വരേണ്ടത് എന്ന് അവനവൻ തന്നെ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ശ്രീരാമചന്ദ്ര സ്വാമി കാണിച്ചു തരുവാണ്. കുറച്ച്